സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നെല്ലിക്ക കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപകാരപ്രദമാണ്. അതിനുവേണ്ടി 500 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. മിക്സിയിൽ വേണമെങ്കിലും നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രം വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കപ്പ് ശർക്കര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ശർക്കര പാനി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ശർക്കര പൊടിയായിരുന്നു ഉള്ളത്, അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ശർക്കരയിൽ നിന്നും നെല്ലിക്കയിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരണം. നല്ല ഡ്രൈ ആയി കിട്ടാം നമുക്ക്. ഇനി അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് നെല്ലിക്കൻ്റെ കൂടെ അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ ശേഷിക്കും മസിലുകളുടെ വളർച്ചയ്ക്കും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ സി. നെല്ലിക്കൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങ് കഴിച്ചു. പിന്നെ 30 ഓറഞ്ചിന് തുല്യമാണ് ഒരു നെല്ലിക്ക എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് അത്രയും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും മുടി കൊഴിച്ചിലിനും ഒക്കെ നെല്ലിക്ക നല്ലതാണ്. ഇപ്പം നെല്ലിക്കയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തണുപ്പ് കാലത്തൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. തണുപ്പ് കാലത്ത് വരുന്ന കുട്ടികളിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. ഇനി അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ദിവസവും 1 ടീസ്പൂൺ വീതമാണ് കഴിക്കേണ്ടത്. 1 ടീസ്പൂൺ മാത്രം കഴിച്ചാൽ മതി. രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ കഴിക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ നെല്ലിക്കൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള സീഡ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ആണ് ചേർത്തത്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി തണുത്ത ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം. അതുവരേക്കും ബൈ.